ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ അസിഡിറ്റി നിങ്ങൾക്ക് പതിവാണോ? വില്ലനായി പ്രവർത്തിക്കുന്നത് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സ്വാദേറിയതും ഇന്ത്യയിൽ ധാരാളം സുലഭമായി ലഭിക്കുന്നതുമായ കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ്. പലതരം വിഭവങ്ങൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ചിലർക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ അസൽ ഇഷ്ടമേ അല്ല. അതിനു പിന്നിലെ പ്രധാന കാരണം ദഹന പ്രശ്നങ്ങൾ തന്നെയാണ്. ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ വയർ ചീർക്കൽ, അസിഡിറ്റി എന്നിങ്ങനെ അനവധി ദഹന പ്രശ്നങ്ങളാണ് പലരിലും കണ്ടുവരുന്നത്. ഇതിനു പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഉരുളക്കിഴങ്ങിൽ ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ പെട്ടെന്ന് തന്നെ കൂട്ടുന്നു. ഇത് വയറ്റിൽ ആസിഡ് ഉൽപാദനം കൂട്ടാൻ കാരണമാകുന്നു. അടുത്തതായി അന്നജവും പഞ്ചസാരയും. ഉരുളക്കിഴങ്ങിൽ അന്നജവും പ്രകൃതിദത്തമായ പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട്. ഇത് ചിലർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ദഹിക്കാത്ത അന്നജത്തെയും പഞ്ചസാരയും കുടലിലെ ബാക്ടീരിയകൾ പുളിപ്പിക്കുകയും ഗ്യാസ് ഉണ്ടാകുകയും നെഞ്ചെരിച്ചിന് കാരണമാകുകയും ചെയ്യുന്നു. ദഹന എൻസൈമുകളുടെ കുറവുകള്. അന്നജം വിഘടിക്കുന്ന അമിലോസ് പോലെയുള്ള ദഹന എൻസൈമുകളുടെ അളവ് ചിലരിൽ വളരെ കുറവായിരിക്കും. ഇത് കുടലിൽ ദഹിക്കാത്ത അന്നജം ഉണ്ടാകാനും നെഞ്ചരിച്ചിനും കാരണമാകുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് കുടലിലെ ബാക്ടീരിയകളുടെ അസന്തുലിതാവസ്ഥ. കുടലിലെ ബാക്ടീരിയകളുടെ അസന്തുലിതാവസ്ഥ ഉരുളക്കിഴങ്ങ് കഴിച്ചതിന് ശേഷം നെഞ്ചരിച്ചിന് കാരണമാകുന്നത്. ചില ബാക്ടീരിയകൾ ദഹിക്കാത്ത അന്നജവും പഞ്ചസാരയും പുളിപ്പിച്ച ഗ്യാസ് ഉണ്ടാക്കുകയും നെഞ്ചരിച്ചിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രശ്നമാണ് അലർജി പ്രശ്നം. ഉരുളക്കിഴങ്ങിലെ അന്നജത്തോടും പഞ്ചസാരയോടും ചില ആളുകൾക്ക് കൂടുതൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇത് നെഞ്ചരിച്ചിലിനും അസ്വസ്ഥതയ്ക്കും കാരണമാകും. നെഞ്ചരിച്ചിൽ വർദ്ധിക്കുന്ന ഘടകങ്ങൾ. ഉരുളക്കിഴങ്ങ് അധികം വേവിക്കുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും നെഞ്ചരിച്ചിലിന് കാരണമാകുകയും ചെയ്യും. ഉരുളക്കിഴങ്ങിൽ കൊഴുപ്പും പഞ്ചസാരയും കൂടുതലുള്ള ടോപ്പിക്കുകൾ ചേർക്കുന്നത് നെഞ്ചരിച്ചിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ അളവിൽ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് ദഹന വ്യവസ്ഥയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും നെഞ്ചരിച്ചിലിന് കാരണമാകുകയും ചെയ്യും. ഉരുളക്കിഴങ്ങിനോടൊപ്പം തന്നെ സോഡയോ ബിയറോ പോലെയുള്ള കാർബോഹൈഡ്രേറ്റ് പാനീയങ്ങൾ കുടിക്കുന്നത് നെഞ്ചരിച്ചിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെഞ്ചരിച്ചിലിനെ കുറയ്ക്കാൻ ചെയ്യാവുന്ന ചില മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറഞ്ഞ അളവിൽ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് നെഞ്ചരിച്ചിനുള്ള സാധ്യത കുറയ്ക്കും. അമിലോസ് അല്ലെങ്കിൽ ലിപ്പോസ് പോലുള്ള ദഹന എൻസൈമുകൾ അടങ്ങിയ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കുന്നത് അന്നജവും കൊഴുപ്പും വിഘടിപ്പിക്കാനും നെഞ്ചരിച്ചിനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നത് വിഷാംശം പുറന്തള്ളാനും നെഞ്ചരിച്ചിനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ഉരുളക്കിഴങ്ങ് ദഹിക്കാൻ എളുപ്പമാക്കാനും നെഞ്ചരിച്ചിനുള്ള സാധ്യത കുറയ്ക്കാനുമായി അധികം വേവിക്കുന്നത് ഒഴിവാക്കുക. ഉരുളക്കിഴങ്ങുകൾ വാങ്ങാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും. ഇനി മുതൽ ശരിയായ രീതിയിൽ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ അസിഡിറ്റി എന്ന പ്രശ്നം ഉണ്ടാകുകയില്ല. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.